ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഫുഡ് ഡെലിവറി ജോബിനെ കുറിച്ചാണ്. അതിൻ്റെ സാലറി, അതേപോലെ തന്നെ ജോബിൻ്റെ സാഹചര്യങ്ങൾ, ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. മോസ്കോയിലെ മെയിനായിട്ട് ഫുഡ് ഡെലിവറി കമ്പനികൾ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ക്ലബ്ബ്, അതേപോലെ തന്നെ സോമാർക്കറ്റ്, യാൻഡെക്സ് സീത, പിന്നെ ഉള്ളത് ഫുഡും അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസും സ്പിർ മാർക്കറ്റ് ഉണ്ട്, അസോൺ ഫ്രഷ് ഉണ്ട്. അതേപോലത്തെ കമ്പനികളാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇത് കൂടാതെ ധാരാളം ചെറിയ കമ്പനികളും പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളാണ്. സിറ്റിയിലൊക്കെ ഇത്തിരി പോകുന്ന യാൻഡെക്സ് ഇതാണ് ഇതുപോലത്തെ റോബോട്ടുകൾ ഉണ്ട് ഫുഡ് ഡെലിവറി ആയിട്ട്. അത് പരീക്ഷണാർത്ഥത്തിൽ ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇത് സിറ്റികളിലൊക്കെ, അതായത് നമ്മുടെ പ്രദേശത്തിന്റെ മുമ്പിൽ ഈ ഇതുപോലത്തെ കുഞ്ഞന്മാര് കൊണ്ടുവന്ന് ഫുഡ് ഡെലിവറി ചെയ്യും. അതും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു വെല്ലുവിളി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ തന്നെയാണ് കൂടുതലും വളരെ വേഗത്തിൽ, അതായത് 30 മിനിറ്റ്സിനുള്ളിൽ ഒക്കെ, സിറ്റികളിലൊക്കെയാണ് 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാം കൊണ്ടു തരാറുണ്ട്. ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചിട്ടാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിന്റെ സാലറി എങ്ങനെയൊക്കെയാണെന്ന്. യാൻഡെക്സ് ആണെങ്കിൽ 75,000 മുതൽ 1,50,000 രൂപ വരെയാണ് മന്ത്ലി സാലറി കൊടുക്കുന്നത്. അത് കുറച്ച് വലിയ കമ്പനിയാണ്, വളരെ പോപ്പുലർ ആണ്. അതേപോലെ തന്നെ ഡെലിവറി ക്ലബ് ഉണ്ട്, അത് 60,000 മുതൽ 1,20,000 വരെയാണ് സാലറി കൊടുക്കുന്നത്. സൊമാർക്കറ്റ് ആണെങ്കിൽ 1,00,000 രൂപയാണ് സാലറി കൊടുക്കുന്നത്. പിന്നെ വൈൽഡ് ബ്രീസ് ഉണ്ട്, അത് 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് സാലറി കൊടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. മഞ്ഞുകാലത്തുള്ള ഇതുപോലത്തെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, നല്ല ഹാർഡ് വർക്ക് ആണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല പേയ്മെന്റ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താലും, പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് 4 to 6 hours ആണ്. ആ സമയത്ത് 25,000 മുതൽ 50,000 വരെയാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടിപ്പ് കിട്ടും, പിന്നെ ബോണസ് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ടൈമിലാണ് കൊടുക്കുന്നതെങ്കിലും വീക്കെൻഡിലാണെങ്കിലും നിങ്ങൾക്ക് ബോണസ് കിട്ടും. അപ്പൊ അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ ഫുഡ് ഡെലിവറി ജോബ് എന്ന് പറയുന്നത്. ഇനി ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായിരിക്കണം, ഇന്റർനെറ്റ് ആക്സസ് ഉള്ളത്, അതേപോലെ തന്നെ ഏത് വഴിയും നിങ്ങൾക്ക് ശരിക്കും അറിയാമായിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് റഷ്യൻ വായിക്കാനും എഴുതാനും അറിയണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് പഴയ USSR രാജ്യത്തുള്ളവർ ഈ ജോലി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആവുന്നത്. നമ്മുടെ രാജ്യക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റഷ്യൻ അത്യാവശ്യം വായിക്കാനും എഴുതാനെങ്കിലും പഠിക്കണമെങ്കിൽ നമുക്ക് റൂട്ട് അറിയത്തുള്ളൂ. റഷ്യൻ ലാംഗ്വേജ് അല്ലാതെ വേറൊരു ലാംഗ്വേജിൽ നമുക്ക് റൂട്ട് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കാരണം യാൻഡെക്സ് മാപ്പാണ്, ഗൂഗിൾ മാപ്പ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ആസോന്റെയും വൈൽഡ് ബ്രീസിന്റെ ഒക്കെ വെയർ ഹൗസിലെ ജോലികളുണ്ട്. അതിനാകുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പാക്കിങ് മാത്രമേ ഉള്ളൂ. അത് ഏകദേശം 1,00,000 1,50,000 രൂപയാണ് സാലറി വരുന്നത്. ഞാൻ ജോലി പ്രൊവൈഡ് ചെയ്യുകയോ വിസ പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സാലറി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഇവിടെ സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക്ഡ് ആണ്. യൂട്യൂബ് ആണെങ്കിലും നമ്മൾ VPN ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതിന് കുറേ ടൈം എടുക്കും. അതേപോലെ തന്നെ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് മെസ്സേജോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെസ്സേജൊക്കെ കാണുമ്പോൾ ഞാൻ റിപ്ലൈ ഇടുന്നതാണ്. അതേപോലെ തന്നെ യൂട്യൂബ് ശരിക്കും ഇവിടെ ഏണിംഗ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇപ്പോൾ. നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ജസ്റ്റ് വീഡിയോ പ്രൊമോട്ട് ചെയ്ത് പോകുന്നു എന്നല്ലാതെ യൂട്യൂബേഴ്സിനൊന്നും ഇതിൽ നിന്നൊരു വരുമാനമൊന്നും ഇവിടെ കിട്ടുന്നില്ല. കാരണം നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നും യൂട്യൂബിനകത്ത് കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം, എൻ്റെ ഒരു ചെറിയ ചാനലാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ യാത്രയുടെ വിശേഷങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് റഷ്യയിൽ ടൂറിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഇവിടുത്തെ ജോലി. ഒരുപാട് പേര് നാട്ടിൽ നിന്ന് റഷ്യയിലേക്ക് വന്നിട്ട് പറ്റിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്